ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പിക്സൽ ട്രെയിൽസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈക്കിൾ ഗേറ്റ്സ് വരെയുള്ള കാഴ്ചകളാണ് കണ്ടത്. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുവാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഓൾഡ് ടൗണിലെ മറ്റൊരു മോണുമെൻ്റായ സ്റ്റോൺ കോർസോ ആണ്. സ്ലോവാക്കിൽ ഇതിനെ കമേനി കോർസോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കാഴ്ചക്കാർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. എന്തായാലും രണ്ട് സ്ട്രീറ്റുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റോൺ ഒരു പിക്ചർ സ്പോട്ടാണ്. ബ്രാട്ടിസ്ലാവയിലെ മിക്ക ഹിസ്റ്റോറിക്കൽ സൈറ്റുകളും നടന്നു തന്നെ കാണാൻ കഴിയുന്നതാണ്. സൈൻ ബോർഡുകളൊക്കെ നന്നായി ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ വഴിതെറ്റുവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഞങ്ങളിപ്പോൾ സെന്റ് മാർട്ടിൻസ് കത്തീഡ്രലിലേക്കാണ് പോകുന്നത്. ചെറിയ സ്ട്രീറ്റുകൾ ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള എന്തെങ്കിലും കലാസൃഷ്ടി കാണുവാനായി സാധിക്കും. സ്റ്റോൺ ലിസാർഡ്സ് ഓഫ് കപ്പിത്തുൾസ്ക എന്നാണ് ഇതിൻ്റെ പേര്. ചില കെട്ടിടങ്ങൾ കാഴ്ചയിൽ തന്നെ കാലപ്പഴക്കം അറിയിക്കുന്നുണ്ട്. ഇതുപോലെ ചില അബാൻഡൻഡ് ആയിട്ടുള്ള കെട്ടിടങ്ങളും സ്ഥലങ്ങളും ബ്രാട്ടിസ്ലാവയിലൂടെ നടക്കുമ്പോൾ പലയിടങ്ങളിലായി നമ്മൾക്ക് കാണാം. ഇത് സെന്റ് മാർട്ടിൻസ് കത്തീഡ്രൽ. ബ്രാട്ടിസ്ലാവ അതിരൂപതയുടെ കീഴിലുള്ള ഒരു കത്തീഡ്രലാണ് സെന്റ് മാർട്ടിൻസ് കത്തീഡ്രൽ. ബ്രാട്ടിസ്ലാവ കാസലിന് താഴെയുള്ള ചരിത്ര നഗര കേന്ദ്രത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 1563 1830 ഇടയിൽ ഹംഗറി രാജ്യത്തിൻ്റെ കിരീടധാരണ പള്ളിയായി അറിയപ്പെടുന്ന ബ്രാട്ടിസ്ലാവയിലെ ഏറ്റവും വലുതും പഴയതുമായ പള്ളികളിൽ ഒന്നാണിത്. ഹംഗേറിയൻ രാജകീയ കിരീടത്തിൻ്റെ 300 കിലോഗ്രാം ഭാരമുള്ള ഒരു പകർപ്പ് കത്തീഡ്രലിൻ്റെ 85 മീറ്റർ ഉയരമുള്ള നിയോ ഗോത്തിക് ടവറിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. വളരെ മനോഹരവും ശാന്തവുമായ ഉൾവശം. ഇവിടെയും മനോഹരമായ ഒരു പുൽക്കൂട് ഒരുക്കി വച്ചിട്ടുണ്ട്. ഹാബ്സ്ബൂർഗ് രാജവംശത്തിലെ 10 രാജാക്കന്മാരും ഒരു രാജ്ഞിയും 7 രാജകീയ ഭാര്യമാരും സെന്റ് മാർട്ടിൻസ് കത്തീഡ്രലിൽ കിരീടമണിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലഡ് കൊണ്ട് നിർമ്മിച്ച മധ്യ യൂറോപ്യൻ ശില്പത്തിന്റെ ആദ്യത്തെ സ്മാരക സൃഷ്ടി കത്തീഡ്രലിനുള്ളിൽ കാണാം. 1734 സെന്റ് മാർട്ടിൻസിന്റെ പ്രധാന അൾത്താരയ്ക്കായി ജോർജ് റാഫേൽ ഡോണറാണിത് സൃഷ്ടിച്ചത്. ഇതിപ്പോൾ പള്ളിയുടെ സൈഡിൽ നേവിൽ ഒരു പീഠത്തിൽ ഒരു സ്വതന്ത്ര പ്രതിമയായി നിലകൊള്ളുന്നു. കുതിരപ്പുറത്തിരിക്കുന്ന സെന്റ് മാർട്ടിൻ താഴെയിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുമായി പങ്കിടുവാൻ തന്റെ ഓവർകോട്ട് മുറിക്കുന്നതായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അൾത്താരയിൽ ഉണ്ണിയേശുവിന്റെ ഒരു രൂപം വെച്ചിരിക്കുന്നു. വലിപ്പത്തിലും കാഴ്ചയിലും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു അൾത്താരയാണിത്. ഈ ദേവാലയത്തിന് 4 ചാപ്പലുകളുണ്ട്. കാനോനുകളുടെ ചാപ്പൽ, ബവേറിയയിലെ സോഫിയയുടെ ഗോത്തിക് ചാപ്പൽ, സെന്റ് ആൻസ് ചാപ്പൽ, സെന്റ് ജോൺ ദി മെർസിഫുളിന്റെ ബറോക്ക് ചാപ്പൽ. സ്ലോവാക്യയിലെ നവോത്ഥാന വാസ്തുവിദ്യയുടെ ഏറ്റവും പഴയ ഉദാഹരണമാണ് തെക്കൻ ആൻറ്റി ചേംബറിന്റെ പോർട്ടൽ. ഈ ദേവാലയത്തിൽ 6 മണികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിലെ ഏറ്റവും വലുതും പഴയതുമായ ഒന്ന് മാത്രമേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. വെഡറിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1674 ബെൽത്താസർ ഹെരോൾഡ് കാസ്റ്റ് ചെയ്ത 2.5 ടൺ ഭാരമുള്ള ഈ മണി യൂറോപ്പിലെ ഏറ്റവും വിലപിടിപ്പുള്ള മണികളിൽ ഒന്നാണ്. ഇവിടെ വാക്കിംഗ് ടൂറുകൾ നടത്തുന്ന നിരവധി ഗൈഡുകളുണ്ട്. അങ്ങനെ ഒരു ഗൈഡിനോടൊപ്പം വന്നൊരു ഗ്രൂപ്പാണിത്. ഈ കെട്ടിടത്തെപ്പറ്റി അവർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് എടുത്തത്. ഇത് ഫാർമസി സാൽവേറ്റർ. 1904 ഫാർമസിസ്റ്റ് റുഡോൾഫ് ആട്ട്ലർ നിർമ്മിച്ച
ബ്രാട്ടിസ്ലാവയുടെ പഴയ പട്ടണത്തിലെ ഒരു നിയോറനൈസൻസ് കെട്ടിടവും മുൻ ഫാർമസിയുമാണ് ഫാർമസി സാൽവേറ്റർ. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് ശില്പിയായ അലോയ്സ് റിഗേലിന്റെ ക്രൈസ്റ്റ് സേവിയറിന്റെ ശിലാപ്രതിമയുണ്ട്. താഴത്തെ നില ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മുകളിലത്തെ നിലകളിൽ ഭാഗികമായി താമസിക്കുന്ന 10 ഫ്ളാറ്റുകൾ അടങ്ങിയിരിക്കുന്നു. 1963 മുതൽ ഈ കെട്ടിടം സംരക്ഷിത സ്മാരകമാണ്. ബ്രാട്ടിസ്ലാവയിലെ നവോത്ഥാന വാസ്തുവിദ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. സെന്റ് മാർട്ടിൻസ് കത്തീഡ്രലിന് നേരെ എതിരായാണ് ഫാർമസി സാൽവേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിയോലോഗ് സിനഗോഗ് മെമ്മോറിയൽ സൈറ്റാണ്. ബ്രാട്ടിസ്ലാവയിലെ പഴയ പട്ടണത്തിന്റെ മധ്യഭാഗത്താണ് ഈ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. 1969 മുൻ നിയോലോഗ് സിനഗോഗ് പൊളിച്ചു മാറ്റിയ അതേ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്ലോവാക്യയിൽ നിന്നുള്ള 1,50,000 ഹോളോകാസ്റ്റ് ഇരകളുടെ സ്മരണയ്ക്കായി 1964 ഈ സ്മാരകം സ്ഥാപിച്ചത്. ചരിത്രത്തിന്റെ 2 പാളികൾ ഇവിടെ കെട്ടിപ്പടഞ്ഞു കിടക്കുന്നു. ഹോളോകാസ്റ്റിന്റെ ഓർമ്മയും മുൻ നിയോലോഗ് സിനഗോഗിന്റെ ഓർമ്മയും. നശിപ്പിച്ച സിനഗോഗിന്റെ സിലുവറ്റ് കൊത്തിവച്ച കറുത്ത ഭിത്തിയും അതിനു മുകളിൽ ഡേവിഡിന്റെ നക്ഷത്രമുള്ള ഒരു അമൂർത്തമായ കേന്ദ്ര ശില്പവും സ്മാരകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഓർക്കുക എന്നർത്ഥം വരുന്ന സാഖോർ, പാമത്തായി എന്നീ വാക്കുകൾ ആലേഖനം ചെയ്ത ഒരു കറുത്ത ഗ്രാനൈറ്റ് പ്ലാറ്റ്ഫോമിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഹ്വീസ്റ്റോ സ്ലാവോവോ സ്ക്വയറിലൂടെ നടക്കുമ്പോൾ ബ്രാട്ടിസ്ലാവ നഗരത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിന്റെ പ്രതിമ ഞങ്ങൾ കാണുകയുണ്ടായി. സ്ലോവാക്യയിലെ കമ്മ്യൂണിസത്തിന്റെ പതനത്തിന് ശേഷം നഗരകേന്ദ്രത്തിന്റെ കഠിനമായ സ്വഭാവം ഇല്ലാതാക്കുവാനായി ബ്രാട്ടിസ്ലാവ മുനിസിപ്പാലിറ്റി സൃഷ്ടിച്ച നിരവധി പ്രതിമകളിൽ ഒന്നാണ് ഈ പ്രതിമ. 2006 ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിന്റെ 200ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ടിബോർ ബാർട്ട്ഫെ രൂപകൽപ്പന ചെയ്ത ഈ പ്രതിമ സ്ഥാപിച്ചത്. ദി അഗ്ലി ഡക്ലിംഗ്, ദി ലിറ്റിൽ മെർമെയ്ഡ്, ദി സ്നോ ക്വീൻ തുടങ്ങിയ കഥകളുടെ രചയിതാവാണ് അദ്ദേഹം. ദി സ്നെയിൽ ആൻഡ് ദി റോസ് ബുഷ് എന്ന കഥയിൽ നിന്നുള്ള ഒരു ഒച്ചും ഈ ശില്പത്തിൽ ഉൾപ്പെടുന്നു. ആൻഡേഴ്സിന്റെ തോളത്തിരിക്കുന്ന ഒരു എൽഫ് തന്റെ യക്ഷിക്കഥകൾക്കായി എഴുത്തുകാരനോട് ആശയങ്ങൾ മന്ത്രിക്കുന്നു. ഈ കാണുന്നതാണ് നോവി മോസ്റ്റ് അഥവാ ന്യൂ ബ്രിഡ്ജ്. പശ്ചാത്തലത്തിൽ ഊഫോ ടവറും കാണാം. ഇത് ഊഫോ ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നു. ഇത് മൊറോവീസ് തുൾപ്പ്, പ്ലേഗ് കോളം അല്ലെങ്കിൽ ഇമ്മാക്കുലേറ്റ എന്നറിയപ്പെടുന്ന ഒരു ബറോക്ക് പ്ലേഗ് കോളമാണിത്. 1709 മുതൽ 1710 വരെയുള്ള പ്ലേഗ് പകർച്ചവ്യാധി അവസാനിപ്പിച്ചതിന് സെന്റ് മേരിയോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സ്ഥാപിച്ചത്. 46 അടി ഉയരമുള്ള സ്തംഭത്തിന്റെ മുകളിൽ കന്യാമറിയത്തിന്റെ ഒരു ശില്പമുണ്ട്. അനേകം വിശുദ്ധന്മാരുടെ ശില്പങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും 20ാം നൂറ്റാണ്ടിൽ ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടു. അടുത്തതായി ബ്രാട്ടിസ്ലാവ കാസിലിലേക്കാണ് ഞങ്ങളുടെ യാത്ര. കുറച്ചധികം സ്റ്റെപ്സ് കയറേണ്ടി വരുമെന്ന് കരുതുന്നു. എന്നിരുന്നാലും കാസിൽ കാണുവാനുള്ള ആവേശത്തിൽ ക്ഷീണമൊന്നും തോന്നുന്നില്ല. സ്റ്റെപ്സ് കയറുമ്പോൾ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും മുകളിലേക്ക് എത്തുന്തോറും താഴെ സിറ്റിയുടെ മനോഹരമായ കാഴ്ചകൾ മനസ്സിന് കുളിർമ നൽകുന്നുണ്ട്. ബ്രാട്ടിസ്ലാവ കോട്ടയിലേക്കുള്ള കയറ്റത്തിൽ മുടികൾ ഒഴുകിക്കിടക്കുന്ന, ഒപ്പം ഒരു കൂട്ടം കാക്കകളുടെ അകമ്പടിയോട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ വെങ്കല പ്രതിമ നമ്മൾക്ക് കാണുവാനാകും. 1980കളുടെ അവസാനത്തിൽ ശില്പിയായ ടിബോർ പാർഫെയാണ്
ഗേൾ വിത്ത് റേവൻസ് അല്ലെങ്കിൽ ദി ബ്രാട്ടിസ്ലാവ വിച്ച് എന്നറിയപ്പെട്ടിരിക്കുന്ന ഈ പ്രതിമ നിർമ്മിച്ചത്. മിഡീവൽ കാലഘട്ടത്തിൽ മന്ത്രവാദം ആരോപിക്കപ്പെട്ട് ജീവനോടെ കത്തിക്കുകയോ അല്ലെങ്കിൽ ഡാന്യൂബിൽ കൊല്ലപ്പെടുകയോ ചെയ്ത സ്ത്രീകളുടെ ഓർമ്മയ്ക്കായിയാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പടികൾ കയറി കാസിലിന്റെ ഏകദേശം അടുത്തെത്തി. സ്ലോവാക്കിയയുടെ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയിലെ പ്രധാന കോട്ടയാണ് ബ്രാട്ടിസ്ലാവ കാസിൽ. ബ്രാട്ടിസ്ലാവയുടെ മധ്യത്തിൽ ഡാന്യൂബ് നദിക്ക് മുകളിൽ ലിറ്റിൽ കാർപാത്തിയൻസ് കുന്നിലെ ഒറ്റപ്പെട്ട പാറക്കെട്ടിലാണ് 4 കോണുകളുള്ള കൂറ്റൻ ചതുരാകൃതിയിലുള്ള ഈ കാസിൽ നിലകൊള്ളുന്നത്. അതിന്റെ വലിപ്പവും സ്ഥാനവും കാരണം തന്നെ നൂറ്റാണ്ടുകളായി നഗരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണിത്. ശിലായുഗത്തിന്റെ അവസാനത്തിൽ തന്നെ കാസിൽ കുന്നിൽ ജനവാസമുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ അറിയപ്പെടുന്ന നിവാസികൾ കെൽസ് ആയിരുന്നു. അവർ അവിടെ ഓപ്പിഡും എന്ന പേരിൽ ഒരു ഉറപ്പുള്ള സെറ്റിൽമെന്റ് സ്ഥാപിച്ചു. ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം നഗരം എന്നാണ്. ഗ്രേറ്റ് മൊറാവിയൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് സ്ലാവുകൾ ഒരു കോട്ട പണിതു. അത് അക്കാലത്തെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. 10-ാം നൂറ്റാണ്ടിൽ വളർന്നുവന്ന ഹംഗേറിയൻ സംസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായി ബ്രാട്ടിസ്ലാവ മാറി. 11-ാം നൂറ്റാണ്ടിൽ കാസിൽ കുന്നിൽ ഒരു സ്റ്റോൺ കൊട്ടാരവും സെന്റ് സേവിയറിന്റെ പള്ളിയും നിർമ്മിച്ചു. 15-ാം നൂറ്റാണ്ടിൽ ലക്സംബർഗിലെ സിഗിസ്മണ്ടിന്റെ ഭരണകാലത്ത് ഹുസൈറ്റ് വിരുദ്ധ കോട്ടയായി ഗോത്തിക് ശൈലിയിൽ ഒരു കോട്ട നിർമ്മിച്ചു. ഈ കാലയളവിൽ തന്നെ കോട്ടയുടെ കിഴക്ക് ഭാഗത്ത് ഒരു പുതിയ കവാടം നിർമ്മിച്ചു, സിഗിസ്മണ്ട്സ് ഗേറ്റ്. പടിഞ്ഞാറ് ഭാഗത്താകട്ടെ 7 മീറ്റർ കട്ടിയുള്ള കോട്ടകളും നിർമ്മിച്ചു. 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനാൻഡ് രാജാവ് നവോത്ഥാന ശൈലിയിൽ കോട്ട പുനർനിർമ്മിക്കുവാനായി ഉത്തരവിട്ടു. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ പാരമ്പര്യ പ്രവിശ്യ മേധാവിയായ പാൽഫിയുടെ ഇരിപ്പിടമായി കോട്ട മാറിയപ്പോൾ അത് ബരോക്ക് ശൈലിയിൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഇവിടെ നിന്നും ബ്രാട്ടിസ്ലാവയുടെയും ഓസ്ട്രിയയുടെയും മികച്ച കാഴ്ചകളും തെളിഞ്ഞ കാലാവസ്ഥയിൽ ഹംഗറിയുടെ ചില ഭാഗങ്ങളും നമ്മൾക്ക് കാണുവാനായി സാധിക്കും. ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഒരുക്കിയിരുന്ന ഒരു വേദിയാണിതെന്ന് തോന്നുന്നു. കാസിലും കാസിലിന്റെ പരിസരവും നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. കോട്ടക്കെട്ടിടത്തിൽ 4 ഗോപുരങ്ങളും 260 അടി ആഴമുള്ള കിണറുള്ള ഒരു നടുമുറ്റവും ഉൾപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ കോണിലുള്ള ക്രൗൺ ടവറാണ് ഏറ്റവും വലുതും ഉയരമുള്ളതുമായിട്ടുള്ള ഗോപുരം. 47 മീറ്റർ ടവർ 13-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. 1500കളുടെ മധ്യത്തിൽ ആരംഭിച്ച ഏകദേശം 200 വർഷക്കാലം ഹംഗറിയുടെ കിരീടാഭരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. പുറം ഭിത്തികളിലും അകത്തെ ഇടനാഴികളിലും പഴയ ഗോത്തിക് നവോത്ഥാന നിർമ്മാണ ഘടകങ്ങളുടെ ശകലങ്ങൾ അടങ്ങിയിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ പ്രവേശന കവാടം ഇപ്പോഴും പ്രധാന കവാടത്തിന് കിഴക്കുവശം കാണാം.
കാസിൽ കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. കാസിലേക്ക് എത്തുവാനായി പ്രധാന കവാടങ്ങൾ കൂടാതെ വിവിധയിടങ്ങളിലായി പടിക്കെട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട്. തിരിച്ചും നടന്നു തന്നെ ഇറങ്ങുവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ വിശപ്പിന്റെ വിളി ഉള്ളതുകൊണ്ട് തന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. യൂറോപ്പിൽ പൊതുവെ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റിയാണുള്ളത്. ബസ്സുകളൊക്കെ ഡിസ്പ്ലേ ബോർഡിൽ കാണിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ എത്തിച്ചേരും. ഭക്ഷണം കഴിക്കുവാനായി റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുന്ന വഴിയിലാണ് ഈ സ്മാരകം ശ്രദ്ധയിൽപ്പെട്ടത്. സ്ലോവാക്ക് ദേശീയ പ്രക്ഷോഭത്തിന്റെ സ്മാരകമാണിത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സ്ലോവാക്യയിൽ നടന്ന പ്രധാന ഫാഷിസ്റ്റ് വിരുദ്ധ നടപടിയായ 1944 സ്ലോവാക്ക് ദേശീയ പ്രക്ഷോഭത്തിലെ പങ്കാളികൾക്കായി ഈ സ്മാരകം സമർപ്പിച്ചിരിക്കുന്നു. 1974 സ്ലോവാക്ക് ദേശീയ പ്രക്ഷോഭത്തിന്റെ 30ാം വാർഷികത്തിൽ ഒരു പാർട്ടീസിന്റെയും 2 സ്ത്രീകളുടെയും ശില്പം അനാച്ഛാദനം ചെയ്തു. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ചർച്ച് ഓഫ് സെന്റ് എലിസബത്ത് ഓഫ് ഹംഗറി, സാധാരണയായി ബ്ലൂ ചർച്ച് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയിലാണ്. ബ്രാട്ടിസ്ലാവയിലെ പഴയ പട്ടണത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹംഗേറിയൻ വിഘടനവാദി കത്തോലിക്ക പള്ളിയാണിത്. 1913 ഒക്ടോബർ 11 പ്രസ്ബുർഗ് കാസിലിൽ വളർന്ന ആൻഡ്രൂ രണ്ടാമന്റെ മകളായ ഹംഗറിയിലെ എലിസബത്തിന് വേണ്ടി ഇത് സമർപ്പിക്കപ്പെട്ടു. പള്ളിയുടെ മുൻഭാഗം മൊസൈക്ക്, മയോലിക്കകൾ, നീല ഗ്ലേസ്ഡ് മേൽക്കൂര എന്നിവയുടെ നിറം കാരണം ഇതിനെ ദി ലിറ്റിൽ ബ്ലൂ ചർച്ച് എന്ന് വിളിക്കുന്നു. ഇത് തുടക്കത്തിൽ അടുത്തുള്ള ഹൈസ്കൂളിന്റെ ഭാഗമായിരുന്നു. കൂടാതെ സ്കൂൾ ചാപ്പലായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബുഡാപെസ്റ്റ് വാസ്തുശില്പിയായ എഡ്മൻ ലെക്നറാണിത് രണ്ടും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രൂപകൽപ്പന ചെയ്തത്. ഞങ്ങൾ ചെന്ന സമയത്ത് പള്ളി അടഞ്ഞുകിടക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇന്റീരിയർ വർക്കുകളൊന്നും നേരിട്ട് കാണുവാനായി സാധിച്ചില്ല. പള്ളിയുടെ വാതിലിൽ കൂടെ അകത്തേക്ക് നോക്കിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ഗ്രാസ് അൽക്കോവിച്ച് കൊട്ടാരം. ഹംഗേറിയൻ റോയൽ ചേംബറിന്റെ ചെയർമാനും മരിയ തെരേസ ചക്രവർത്തിനിയുടെ ഉപദേശകനുമായ ആന്റൺ ഗ്രാസ് അൽക്കോവിച്ചിനായി 1760 നിർമ്മിച്ചതാണ് ഈ റോക്കോക്കോ വേനൽക്കാല കൊട്ടാരം. ആഡംബരപൂർണമായ ഈ വീട് പ്രഭു സമൂഹത്തിന്റെ പരിപാടികൾക്കുള്ള ഒരു വേദിയായിരുന്നു. കൊട്ടാരം ഇപ്പോൾ സ്ലോവാക്ക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ്. പ്രസിഡൻഷ്യൽ പാലസിന് പിന്നിൽ പഴയ മരങ്ങളും പുൽത്തകിടികളുമുള്ള മനോഹരമായ ഒരു പാർക്കുണ്ട്. അത് യഥാർത്ഥത്തിൽ കൊട്ടാരത്തിന്റെ പൂന്തോട്ടങ്ങളായിരുന്നു. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ സന്ദർശനവേളയിൽ അത് നവീകരണത്തിനായി അടച്ചിട്ടിരുന്നു. ഇത് ഫ്രീഡം സ്ക്വയർ അല്ലെങ്കിൽ നാമസ്റ്റി സ്ലോബോഡി, ബ്രാട്ടിസ്ലാവയിലെ ഏറ്റവും വലിയ ജലധാരയും വലിയ പച്ചപ്പുമുള്ള ഒരു സ്മാരക ചതുരം. നിലവിലെ ക്രമീകരണം 1980കളിൽ നിന്നുള്ളതാണ്. ഈ സ്ക്വയറിൽ പണ്ട് സുപ്രധാന സംഭവങ്ങൾ പലതും നടന്നിരുന്നു. ബ്രാട്ടിസ്ലാവയിലെ ഏറ്റവും വലിയ ജലധാരയായ ഡ്രൂസ്ബ ഫൗണ്ടനാണ് ചതുരത്തിന്റെ മുഖ്യ ആകർഷണം. സ്ലാബുകളുടെ പ്രതീകമായ ലിൻഡൻ പുഷ്പമാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കലാസൃഷ്ടിയുടെ കാതൽ. പുഷ്പം തന്നെ 9 മീറ്റർ വ്യാസമുള്ളതും 45 മീറ്റർ വ്യാസമുള്ള വൃത്തത്തിന്റെ കേന്ദ്രവുമാണ്. ഇത് സ്ലോവാക്ക് റേഡിയോ കെട്ടിടം, ബ്രാട്ടിസ്ലാവയുടെ പ്രധാന വാസ്തുവിദ്യാ സവിശേഷതകളിൽ ഒന്ന്. ഈ തലകീഴായ പിരമിഡ് ആർക്കിടെക്ടോണിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
സാമൂഹിക ഘടനകളുടെ വിഭാഗത്തിൽ സ്ലോവാക്യയിലെ നൂറ്റാണ്ടിന്റെ കെട്ടിടം ദി ബിൽഡിംഗ് ഓഫ് ദ സെഞ്ചുറി എന്ന ടൈറ്റിൽ ഇതിന് ലഭിച്ചു. അത് നിലവിൽ വന്ന കാലത്ത് നിസ്സംശയം ഇത് നഗരത്തിനുള്ളിലെ അസാധാരണമായ ഒരു ഘടന തന്നെയായിരുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ 2 പിരമിഡുകൾ അടങ്ങിയിരിക്കുന്നു. അകത്തെ പിരമിഡിൽ പ്രക്ഷേപണ ഉപകരണങ്ങളും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളും അടങ്ങിയിരിക്കുന്നു. കെട്ടിടത്തിന്റെ മൊത്തം ഉയരം അതിന്റെ ആന്റിനയുടെ മുകൾ വരെ 80 മീറ്ററാണ്. സ്റ്റെഫാൻ സ്വെറ്റ്കോ, സ്റ്റെഫാൻ യൂർക്കോവിച്ച്, ബർണബാസ് കിസ്ലിംഗ് എന്നിവർ ചേർന്നാണ് ഇത് ഡിസൈൻ ചെയ്തത്. 1967 നിർമ്മാണം ആരംഭിച്ചു. 1983 ആണിത് പൂർത്തിയായത്. 1985 മാർച്ചിൽ മാത്രമാണ് പതിവ് പ്രക്ഷേപണം ആരംഭിച്ചത്. ബ്രാട്ടിസ്ലാവയുടെ ഇതുവരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഊഫോ ടവറിന്റെയും മറ്റും കൂടുതൽ കാഴ്ചകളുമായി അവസാന ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. Until then, it's me JJ signing off. Have a great day.